നടന്നു വന്നെന്തായാലും ഡാമിൻ്റെ വ്യൂവിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഷട്ടറാന്ന് പറഞ്ഞത് കല്ലട ഡാം. കല്ലട ഡാം ചേട്ടനെ എൻ്റെ ഷട്ടർ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് ഇവിടെ നടക്കുമ്പോഴേക്ക് വെള്ളം ഇച്ചിരി വരുന്നുണ്ട്. അങ്ങനെ ഒഴുകി അങ്ങ് പോകും. ഇപ്പം പാറകളാണ്. ചില സമയത്ത് ചില ആൾക്കാരുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, അതായത് എൻ്റെ മെയിൻ സ്ഥലത്തുനിന്ന് വെള്ളം ഇങ്ങനെ കുതിച്ച് പൊങ്ങി വരുന്നത്. വട്ടത്തിലെ സാധനങ്ങളുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഫുൾ പവറിൽ തെറിച്ച് വന്നത്. അത് ഈ ഡാം തന്നെയാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇത് തന്നെയല്ലേ തെന്മല ഡാം, ഇത് തന്നെ ആയിരിക്കുമല്ലോ. ജനറേറ്റർ റൂമായിരിക്കും വെള്ളം എടുത്ത് കറണ്ട് ഉണ്ടാക്കിയിട്ട് കറണ്ട് കാണും. അപ്പോൾ കറണ്ട് ഉണ്ടാക്കുന്നില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും വെള്ളം പോകത്തത്. നല്ല രസമുള്ളൊരു സ്ഥലം. ഡാമിൻ്റെ വ്യൂ നമ്മൾ കുറച്ച് നേരം കണ്ടു തന്നിട്ട് ഇവിടെ ഇങ്ങനെ നൈസാപ്പം ഇതൊക്കെ ഇതിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ബോർഡ് വാക്ക് 100 മീറ്റർ കല്യാട്ര. ഇതാണ് കല്യാട്ര. ഓക്കെ, ഈ കണ്ടില്ലെന്ന് അറിയരുത്. ഞാൻ നാട്ടൊക്കെ വഴിയെടുക്കൊണ്ടല്ലോ അങ്ങോട്ടുള്ളതാ. ഡാമിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ പറ്റിയിരിക്കും അല്ലേ? ഡാമിൻ്റെ അല്ല, അത് വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം. മാവൊക്കെ കൊണ്ടിട്ടാണ് മാങ്ങൊന്നുമില്ല, പക്ഷെ മാവ് തന്നെയാണോ? ഏതാണ്ടിട്ട് മാവ് പോലുണ്ട്. നടക്കാൻ കുറേ ഉണ്ട് കേട്ടോ. നടക്കാൻ റെഡി ആയിട്ട് മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി. പിന്നെ ഡാമിൻ്റെ എൻട്രൻസിൽ നിന്ന് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഡാമിൻ്റെ എൻട്രൻസിൽ കൂടെ കയറി പോകുന്നുണ്ട്. എത്ര കോടിക്കണക്കിന് ലിറ്റർ വെള്ളം അതിനകത്തൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ നിറയെ മീനുണ്ട് കേട്ടോ. കാണാവാ നിറയെ മീനുണ്ട്. മീനിങ്ങനെ പിടയ്ക്കുമ്പോൾ അതിൻ്റെ സിൽവർ കളർ കാണാം. അവിടെ നിറയെ മീനുണ്ട്. എന്തോ ഫുഡ് എന്നാ മീനാണ് കൊണ്ടുപോകണം, അതിൻ്റെ വേലയാണ്. നിറയെ മീനുകളുണ്ട് കേട്ടോ. ലവ്സ് ഓഫ് ഫിഷസ്. കുറേ കൂടെ അങ്ങോട്ട് നല്ല മീനുണ്ട്. തെന്മല ഡാം. അവിടെ നിന്ന് വെള്ളം കുറച്ച് വരുന്നവരെ ഞാൻ പറഞ്ഞത്. അപ്പം ഇപ്പം ചെറുതായിട്ട് എന്താ അത് വേർക്കുന്നത് പോലെ ഇച്ചിരി തുള്ളിയായിട്ട് വരുന്നുണ്ട്. വേണം ആൾക്കാർ. ഇപ്പം ഡാമിൽ കുറേ ആൾക്കാർ കയറിയുണ്ട്. പക്ഷേ എന്നാലും കാണാനുള്ളൂ, കടവിലും കാണുന്നുണ്ടോ എനിക്കറിയാം. എന്തായാലും ഈ ഒരു വട്ടം കൊണ്ട് നമ്മൾ തെന്മല അവസാനിപ്പിക്കുന്നില്ല. ജസ്റ്റ് ഒരു ഉച്ചയ്ക്ക് ഇറങ്ങി വൈകുന്നേരം പോകാനാണെങ്കിൽ എന്ത് കാണാനാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അന്ന് പക്ഷെ നമ്മൾ പൈസ എടുത്തിട്ട് വരും. അപ്പുറത്തും കയറണം, മറ്റേ ബട്ടർഫ്ലൈ വാക്കിലും എല്ലായിടത്തും കയറാം, എന്നിട്ട് പോകാം. നോക്കണമെന്ന് പറഞ്ഞാൽ മരങ്ങളുടെ ഇടയിൽ കൂടെ നടക്കാം. ഇവിടെ കൂടെ ആണെങ്കിൽ ഇതിൻ്റെ വരമ്പത്തൂടെ നടക്കാം. ഡാമിൻ്റെ ഏത് വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ശൗചാലയം അവിടെ ടോയ്ലറ്റുണ്ട്. ടോയ്ലറ്റിൽ പോകേണ്ടവർക്ക് ഇവിടെ ടോയ്ലറ്റുണ്ട്. ബ്രോഡ് വാക്കിൻ്റെ ഇങ്ങേറ്റത്ത്, അതായത് എൻട്രൻസിൻ്റെ സൈഡിലോട്ടുള്ള അറ്റത്ത് നമ്മൾ കയറിയില്ലേ ആ ഡയറക്ഷനിലോട്ട് അറ്റത്ത് ഉണ്ട് ടോയ്ലറ്റ് ഉണ്ട്.
അയ്യോ, ഇനിയിപ്പോൾ എന്താ, ഇതിങ്ങനെ നടന്ന് അങ്ങ് പോകണം. അങ്ങ് പോയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഓക്കെ.